നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണെന്ന് KD പ്രസേനൻ MLA. വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ അവരുടെ തുടർന്നുള്ള ഭാവിക്ക് മുതൽക്കൂട്ടാവണമെന്നും KD പ്രസേനൻ. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി സർവമത സമ്മേളനം സംഘടിപ്പിക്കും. സാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് സർവമത സമ്മേളനം നടക്കുന്നത്. കാട്ടാന ഭീതിയിൽ മലയോര ജനത. കിഴക്കഞ്ചേരി കണ്ണച്ചിപ്പരുതിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഭീതിയോടെ മലയോര നിവാസികൾ. വാർത്തകൾ വിശദമായി. പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണെന്ന് KD പ്രസേനൻ MLA. കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ SSLC+2 വിജയികൾക്കുള്ള അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ അസംബ്ലി മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന SSLC+2 പഠിക്കുന്ന ഒരു കുട്ടിയും പരാജയപ്പെട്ടില്ല എന്ന് മാത്രമല്ല, +2-ന് മികച്ച വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാവുന്ന നിലയിലേക്ക് നമ്മുടെ റിസൾട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്ന അധ്യാപകർ, അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളുടെ പ്രതിനിധികളായി വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന PT വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ ജനപ്രതിനിധികൾ വലിയ പങ്കുണ്ട്. അവരെല്ലാം ചേർന്ന് ഒരുക്കിയ ഈ പ്രവർത്തനത്തിലൊക്കെമായി നേടിയ നേട്ടത്തിൽ ഞങ്ങൾക്കെല്ലാമുള്ള സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിനാണ്. ഞങ്ങൾ ഈ ആന്തരിക ചടങ്ങ് എല്ലാ പഞ്ചായത്തിലെയും എല്ലാ വിദ്യാർത്ഥികളെയും ക്ഷണിച്ചു നടത്തണം എന്ന അഭിപ്രായം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആലത്തൂർ മണ്ഡലത്തിൽ നടക്കുന്ന ആദ്യത്തെ പഞ്ചായത്ത് പരിപാടിയാണ് ഈ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് നടക്കുന്നത്. ഇവിടെ എല്ലാവരും മികച്ച കുട്ടികളാണ്. ഈ പഞ്ചായത്തിലാണെങ്കിൽ +2-ന് 1200-ൽ 1200 മാർക്ക് വാങ്ങിച്ച അഭിമാനകരമായ വിജയം കഴിച്ച കുട്ടിയും നമ്മളോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കും. വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ അവരുടെ തുടർന്നുള്ള ഭാവിക്ക് മുതൽക്കൂട്ടാവണമെന്നും KD പ്രസേനൻ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് V രാധാകൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പൽ സുരേന്ദ്രൻ, പ്രധാന അധ്യാപിക സാഹിത, K രവീന്ദ്രൻ, രാജി കൃഷ്ണൻകുട്ടി, രതിക മണികണ്ഠൻ, M അശോകൻ എന്നിവർ സംസാരിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 6 മുതൽ 8 വരെ കണ്ണൂരിൽ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി ജൂലൈ 21-ന് വടക്കഞ്ചേരി സർവമത സമ്മേളന ശതാബ്ദി നടത്തുമെന്ന് പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന ട്രഷറർ TR അജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ വിഷയങ്ങളിൽ സെമിനാറും സംവാദവും സംഘടിപ്പിക്കും. ചടങ്ങിൽ പ്രമുഖ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. ജില്ലാ സെക്രട്ടറി ശാന്തൻ മാസ്റ്റർ, ട്രഷറർ അഡ്വക്കേറ്റ് CP പ്രമോദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി എന്ന് സംഘം തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പൂർണ്ണദിന സെമിനാർ, പൂർണ്ണദിന പരിപാടിയാണ് വടക്കഞ്ചേരിയിൽ വെച്ച് 21-ാം തീയതി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത്. I am also proud to say that I am coming from a country where we have given asylum to all the down-to-earth people who have come our way without considering their caste, creed or religion എന്ന് പറഞ്ഞ് കയ്യടിയുന്നില്ല. കാട്ടാന ഭീതിയിൽ മലയോര ജനത. കിഴക്കഞ്ചേരി കണ്ണച്ചിപ്പരുതിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കിഴക്കഞ്ചേരി മലയോര മേഖലയായ കണ്ണച്ചിപ്പരുത കൈതക്കൽ ഉറവ് ഭാഗത്ത് കഴിഞ്ഞ ദിവസം കാറ്റിലും മഴയിലും തകർന്ന ഇലക്ട്രിക് പോസ്റ്റുകളും ട്രാൻസ്ഫോമറും നേരെയാക്കാൻ കിഴക്കഞ്ചേരി KCB ഓഫീസിലെ ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് സമീപത്തെ ഒളകര വനമേഖലയിൽ കാട്ടാനകളെ കണ്ടത്. 2 ആനകളാണ് ഉണ്ടായിരുന്നത്. ജീവൻ പണയപ്പെടുത്തിയാണ് KCB ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്ത് വൈദ്യുത തകരാറുകൾ പരിഹരിച്ചത്.
ഈ മേഖലയിൽ നിരന്തരമായി കാട്ടാനകൾ ഇറങ്ങുന്നുണ്ടെന്ന് പറയുന്നു. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ മരം പൊട്ടിവീണ് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. മുനിസിപ്പൽ കോമ്പൗണ്ടിന് മുന്നിലെ റെയിൽവേ കോമ്പൗണ്ടിൽ നിന്ന് മരമാണ് പൊട്ടിവീണത്. നിരവധി വാഹനങ്ങൾ പോകുന്ന സ്ഥലമായിരുന്നെങ്കിലും വൻ ദുരന്തം ഒഴിവായി. മരം വീണതിനെ തുടർന്ന് റൂട്ട് ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾക്ക് മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായി. അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ നേതൃയോഗം നടത്തി. പാലക്കാട് സർവീസ് സഹകരണ ഹാളിൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KM റഷീദ്, പുത്തൂർ രാമകൃഷ്ണൻ, M ഉണ്ണികൃഷ്ണൻ, A ഗോപിനാഥൻ, R മണി, PC സുവർണൻ, P ഭക്തവത്സലൻ, CT രമണി, KK ശൈലജ എന്നിവർ സംസാരിച്ചു. ഇന്ന് കേരള സംസ്ഥാനത്തിലും പുറപ്പെടുന്ന തന്നെ താഴെത്തട്ട് മുതൽ AICC വരെയുള്ള കോൺഗ്രസിൻ്റെയും ജനാധിപത്യ വിശ്വാസികളുടെയും കൂട്ടായ്മയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം ആചരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറെ കുറിച്ച് വളരെ കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ മനസ്സിൽ എന്നും ജീവിക്കുന്ന ഒരു മഹാനായ വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഇല്ലാതായി കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രസക്തി മരിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. LIC ഏജന്റ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CATU തൃശൂർ ഡിവിഷൻ കൺവെൻഷൻ ആലത്തൂരിൽ വെച്ച് നടന്നു. ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ആ ചുമതല നിർവഹിക്കുമ്പോൾ LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സംഘടനക്ക് എന്താണ് റോൾ എന്നതിനെ സംബന്ധിച്ച് നല്ല ധാരണ, വ്യക്തത നമുക്കെല്ലാം ഉണ്ടായിരിക്കേണ്ടതാണ്. ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മളെല്ലാം ഈ കഴിഞ്ഞ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ വളരെ നേരത്തെ തന്നെ നിലവിൽ രാജ്യത്തിനകത്ത് സാമ്പത്തിക മേഖലകൾക്ക് വലിയ പിന്നോട്ടടിക്ക് കാരണമാകുന്ന കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ വക്താക്കളായിട്ടുള്ള കേന്ദ്ര സർക്കാരിനെ പരാജയപ്പെടുത്തണമെന്നും ഒരു ബദൽ നയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ശക്തികൾക്ക് രാജ്യത്തിനകത്ത് അധികാരത്തിൽ വരാൻ ആവശ്യമായ നിലയിലേക്കുള്ള ഒരു പാത ഒരുക്കാൻ നാം എല്ലാം ഒരുമിച്ച് ചേരണം എന്നുള്ള പ്രഖ്യാപനം CITU തൊഴിലാളികൾക്കിടയിൽ വെച്ചപ്പോൾ നമ്മുടെ സംഘടനയും ആ വഴി തന്നെയാണ് ആലോചിച്ചിരുന്നത്. തിരുവനന്തപുരത്ത് CITUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് ഹരികൃഷ്ണൻ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ സംസ്ഥാന കമ്മിറ്റി യോഗം നാം നടത്തേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് വലിയ നിലയിലേക്കുള്ള ചർച്ച നടത്തിയ ഒരു വ്യക്തതയുണ്ട്. അതിനനുസരിച്ച് താഴെത്തട്ടിലേക്ക് നാം ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് മറ്റു സംഘടനകളെ പോലെ തന്നെ നാം നമ്മുടെ കീഴ്ഘടകങ്ങളിൽ വിശദീകരിച്ചു. ആ വിശദീകരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് LIC എന്ന് പറയുന്ന നാം തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേവലം LIC ഏജന്റുമാർ മാത്രമല്ല, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും. ഡിവിഷൻ പ്രസിഡന്റ് V പ്രഭാകരൻ അധ്യക്ഷനായിരുന്നു. S മോഹനൻ, E ബാലകൃഷ്ണൻ, KC പോൾസൺ, ഷിജി മോഹൻദാസ്, KR മോഹൻദാസ്, വത്സൻ മാളിയേക്കൽ, KK രഘുനാഥ്, ചന്ദ്രിക എന്നിവർ സംസാരിച്ചു. ജൂലൈ 20 മുതൽ ബീഫിന് ഇനി 400 രൂപ. മീറ്റ് ആൻഡ് കാറ്റിൽ മർച്ചന്റ് അസോസിയേഷൻ പാലക്കാട് വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അറവ് കന്നുകാലികളുടെ ക്ഷാമമാണ് വിലവർദ്ധന ഇടയാക്കിയതെന്ന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KH കമാലുദ്ദീൻ പറഞ്ഞു. ബീഫ് കയറ്റുമതി 10,000 ടണ്ണിൽ നിന്നും 15,000 ടണ്ണാക്കി വർദ്ധിപ്പിച്ചതും
കൂലി വർധനവിനും ഇടയാക്കി. ജില്ലയുടെ മറ്റിടങ്ങളിൽ നേരത്തെ തന്നെ ബീഫിന് വില വർദ്ധിപ്പിച്ചിരുന്നു. പോത്തിറച്ചി മാത്രം വേണ്ടവർക്ക് 400 രൂപയിലധികം കൊടുക്കേണ്ടി വരുമെന്നും ഇവർ പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി എ ഷാഹിൽ ഹമീദ്, വർക്കിംഗ് പ്രസിഡന്റ് എ ഉബൈദ്, എ ഗുലാം റസൂൽ, ജലീൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇവിടുന്ന് മണ്ണാർക്കാട് മുതൽ 250 രൂപയ്ക്ക് സാധനങ്ങൾ കിട്ടും 1 കിലോ. പക്ഷെ അത് പാലക്കാട് ഇറച്ചിയാവില്ല. പാലക്കാടിലെ ഇറച്ചിയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും പാടില്ല. അതായത് നെയ്യ് പാടില്ല, പിന്നെ എല്ല് പാടില്ല, ലിവർ പാടില്ല, ഇതൊന്നും പാടില്ല. അതായത് 1 കിലോ ഇറച്ചി വാങ്ങിയാൽ 1 കിലോ ഇറച്ചി തന്നെ കിട്ടണം. ആ ഭാഗത്ത് 1 കിലോ ഇറച്ചി വാങ്ങിയാൽ 600 കിട്ടുള്ളൂ, 400 കിട്ടില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണെന്ന് KD പ്രസേനൻ MLA. വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ അവരുടെ തുടർന്നുള്ള ഭാവിക്ക് മുതൽക്കൂട്ടാവണമെന്നും KD പ്രസേനൻ. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി സർവമത സമ്മേളനം സംഘടിപ്പിക്കും. സാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് സർവമത സമ്മേളനം നടക്കുന്നത്. കാട്ടാന ഭീതിയിൽ മലയോര ജനത. കിഴക്കഞ്ചേരി കണ്ണച്ചിപ്പരുതിയിൽ വീണ്ടും കാട്ടാനിറങ്ങി. ഭീതിയോടെ മലയോര നിവാസികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.